സങ്കീർണമായ പ്രശ്നങ്ങളുടെ ഉത്തരവുമായി ദൈവം ഇന്ന് ഇറങ്ങി വരികയാണ്. ചിലത് ദൈവം ഇന്ന് ചൂണ്ടിക്കാണിച്ചു തരും. ആ കാണിക്കപ്പെടുന്ന ഇടത്ത് നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തി വെള്ളം പാറയിൽ നിന്നും പൊട്ടി ഒഴുകുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി ഒഴുകി വരും. ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ സമയം കടന്നു വരുന്നു. ഇന്നത്തെ ദൂതിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. ഞാൻ ഹോറേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണെ മോശ അങ്ങനെ ചെയ്തു. ദൈവത്തിൻ്റെ പുരുഷനായിരിക്കുന്ന മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൻ്റെ അടിമത്താവളത്തിൽ നിന്നും ഇസ്രായേൽ ജനത തങ്ങളുടെ തീർത്ഥാടന യാത്ര, വാഗ്ദത്ത നാടിനെ അവകാശമാക്കുവാനുള്ള ആ ആത്മീക യാത്ര ആരംഭിച്ചു. ഒരുപാട് ദിനങ്ങൾ പിന്നിട്ട് റെഫദീമിൽ അവർ എത്തി. അവിടെ എത്തുമ്പോൾ അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ചില തുടക്കങ്ങൾ നല്ലതാണ്, ദൈവപ്രവൃത്തി നമ്മുടെ മുമ്പിലുണ്ടാകും. എന്നാൽ ചില ഘട്ടങ്ങൾ എത്തുമ്പോൾ, ചില വരൾച്ചകളും ഡ്രൈനസ്സുകളും ഉണ്ടാകുമ്പോൾ ആരായാലും ഒന്ന് സംശയിച്ചു പോകും. അത് സ്വാഭാവികമാണ്. എന്നാൽ ദൈവം മനുഷ്യരുടെ സംശയങ്ങളുടെ മുമ്പിൽ നിലപാട് മാറ്റുന്നവനല്ല. നമ്മൾ സംശയിച്ചാലും ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മെ പിന്തുടരുന്നു എന്നതാണ് സത്യം. ഇന്നെന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പൈതലെ, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, ചിലതൊക്കെ ജീവിതത്തിൽ ഇല്ലാതെ പോയതിൻ്റെ ദാഹം നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ടാകാം. കുടിക്കുവാനില്ലാതെ, ആവശ്യത്തിന് ചെലവഴിക്കുവാനില്ലാതെ, വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനില്ലാതെ, ആവശ്യങ്ങൾ നടത്താനില്ലാതെ വരണ്ടുപോയൊരു സാഹചര്യത്തിലായിരിക്കാം ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷനിലെത്തിയപ്പോൾ മോശ എന്ന ദൈവമനുഷ്യൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ചിറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ വലിയൊരു വിഭാഗം അദ്ദേഹത്തിന് നേരെ പിറുപിറുക്കുവാൻ തുടങ്ങി. നമ്മൾ എത്ര ഉപകാരം ചെയ്താലും നമ്മുടെ കൂടെയുള്ളവർ അവരെ നമ്മളെന്നും ഒരേപോലെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ ഇടയിൽ ചില പിറുപിറുപ്പുകളുണ്ടാകും. അത് ഏറ്റവും വലിയ അഭിഷക്തനാണെങ്കിൽ പോലും തൻ്റെ അണികളിൽ നിന്നും ആ ഒരു ആക്രമണം തനിക്ക് നേരെ വരുന്നതിന് ഒരു സങ്കടത്തോടുകൂടെ സാക്ഷിയായി നിൽക്കേണ്ടി വരുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ മോശയ്ക്ക് നേരെ ജനം പിറുപിറുക്കുമ്പോൾ ഈ സങ്കടം മോശ ദൈവത്തോട് പറയുകയാണ്. താൻ വിളിച്ചിറക്കിയ ഒരുത്തൻ, തൻ്റെ വാക്ക് കേട്ട ഒരു ജനതയെ ഒരുക്കിക്കൊണ്ടുവന്നൊരു മനുഷ്യൻ, അയാൾക്ക് നേരെ അയാളുടെ വാക്കിനാൽ പുറപ്പെട്ട ഒരു ജനത വല്ലാതെ നിന്ന് കലഹിക്കുമ്പോൾ ദൈവം ആ മനുഷ്യനെ കൈവിടാതെ അയാൾക്ക് വേണ്ടി ഒരു മാർഗം കാണിച്ചു കൊടുക്കുകയാണ്. ഒപ്പം നിൽക്കുന്നവർ നമ്മളെ വല്ലാതെ ക്രൂശിക്കുമ്പോൾ, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയാതെ അവർ അവരുടെ മാത്രം നിലനോക്കി നമ്മളോട് വളരെ പരുഷമായി പെരുമാറുമ്പോൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയൊരു കർത്താവ് നമ്മളെ കൈവിടുകയില്ല. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും കരുതലിൻ്റെയും നിലപാടിൻ്റെ ഇടങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി കാണിച്ചു തരുന്നവനാണ്. ദൈവം മോശയുടെ സങ്കടം മനസ്സിലാക്കി. എന്നിട്ട് മോശയോട് ദൈവം പറഞ്ഞു, ഹോറേബിൽ ഒരു പാറയുണ്ട്, അവിടേക്ക് നമുക്ക് പോകാം, നീ അവിടേക്ക് വരണം, ഞാൻ ആ പാറയുടെ മീതെ കാണും. നിൻ്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്ന വടിയില്ലേ, ആ വടി കൊണ്ട് നീ പാറയെ അടിക്കണം. ആ പാറയെ നീ അടിക്കുന്ന മാത്രയിൽ ഞാൻ ആ പാറയുടെ പുറത്ത് നിൽക്കുന്നത് കൊണ്ട് ആ പാറയുടെ അകത്തു നിന്നും വെള്ളം പുറത്തേക്ക് പൊട്ടിപ്പുറപ്പെടും. മോശ ദൈവം തന്നോട് പറഞ്ഞത് ചെയ്തു. ഒരു കാര്യം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു, ആരെതിർത്താലും, ഒപ്പം നിൽക്കുന്നവർ ഒറ്റപ്പെടുത്തിയാലും, കൂടെ നിൽക്കുന്നവർ കൈയൊഴിയാൻ നോക്കിയാലും ദൈവം കൈവിടുകയില്ല. കർത്താവ് തള്ളിക്കളയത്തില്ല. പ്രതിസന്ധികളുടെ നടുവിൽ താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇന്നെന്നോട് കേൾക്കുന്ന കർത്താവിൻ്റെ കുഞ്ഞെ, നിന്നോട് ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, ഈ പ്രവചനദൂതിൻ്റെ നടുവിൽ ജീവിക്കുവാനോ മുന്നോട്ട് പോകുവാനോ ഇപ്പോഴത്തെ ആവശ്യം നടത്തുവാനോ വേണ്ടത് ഇല്ലാതെ നീ വലയുമ്പോൾ, നിനക്കനുകൂലമായതില്ലാത്തതിനാൽ നീ വല്ലാതെ സങ്കടപ്പെടുമ്പോൾ കർത്താവ് പറയുന്നു, നിനക്കതിനെ ഒരുക്കി തരുന്നൊരിടം ഞാൻ നിനക്കായി കാണിക്കാൻ പോകുകയാണ്. ഇന്ന് ആ പ്രശ്നങ്ങളുടെ മൂർധന്യതയിൽ നിനക്ക് വിടുതൽ ഞാൻ തരുവാൻ പോകുന്ന ആ ഇടത്ത് ഞാൻ കയറി നിൽക്കും.
ചില വ്യക്തികൾക്ക് മീതെ ദൈവം ഇന്ന് വെളിപ്പെടും. ചില സ്ഥാപനങ്ങൾക്ക് മീതെ ദൈവം ഇന്ന് വെളിപ്പെടും. ചില പ്രത്യേക ഇടങ്ങളിൽ ദൈവം നിങ്ങൾക്കായിട്ട് ഇറങ്ങി വരും. അവിടെ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ കാണും. നിങ്ങൾ കാത്തിരുന്നത് ഒരു സ്ഫോടനം നടക്കുമ്പോൾ എങ്ങനെ വെള്ളം പൊട്ടിപ്പുറപ്പെടുമോ അതുപോലെ നിങ്ങൾക്ക് വേണ്ടി പൊട്ടിപ്പുറപ്പെടും. പാറ പൊട്ടുന്നത് സ്ഫോടനം നടക്കുമ്പോഴാണ്. പക്ഷേ മോശയുടെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് മോശ പാറയെ അടിച്ചപ്പോൾ ഒരു എക്സ്പ്ലോഷനും കൂടാതെ പാറ പിളർന്ന് വെള്ളം ഒഴുകുകയാണ്. കരിമരുന്നിനേക്കാൾ ശക്തിയുള്ള ഹല്ലേലൂയ വലിയൊരു ദൈവപ്രവൃത്തി മോശയുടെ ആ ഒരു അനുസരണത്തിലൂടെ വെളിപ്പെടുകയാണ്. വെള്ളം പൊട്ടിപ്പുറപ്പെട്ടൊഴുകി. ഇന്നത്തെ ആവശ്യത്തിന് മുമ്പിൽ നിനക്ക് വേണ്ടി ചില ഉറവിടങ്ങൾ ദൈവം കാണിച്ചു തരാൻ പോകുന്നു. മനസ്സിലൊരു തോന്നലായിട്ടായിരിക്കാം ചിലർക്കത് കിട്ടാൻ പോകുന്നത്. വേറെ ചിലർക്ക് ഒരു ബുദ്ധി ഉപദേശം എന്ന നിലയിൽ ചിലരുടെ വായിൽ നിന്നായിരിക്കും ആ വാക്ക് വരാൻ പോകുന്നത്. മറ്റു ചിലർക്ക് നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലതിൻ്റെ ഒരു ആൻസർ മറ്റു ചില സോഴ്സുകളിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വേറെ ചിലരോട് ചില ഫോൺ കോളുകളുടെ രൂപത്തിലോ മെയിലുകളുടെ രൂപത്തിലോ ആയിരിക്കാം ചിലത് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലതിനെ കാണിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ചെല്ലുക. മോശയുടെ ദൈവം നിങ്ങളോട് ഇന്ന് രാവിലെ പറയുന്നു, തമ്പുരാൻ അരുളി ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഹോറേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നിങ്ങളുടെ മുമ്പിൽ നിന്ന് കർത്താവുണ്ടാകും. നിങ്ങൾക്ക് വിടുതലിനായിട്ട് ദൈവം കാണിച്ചു തരുന്ന ആ മേഖലയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കയറി നിൽക്കും. നിങ്ങൾ കാര്യങ്ങളെ നടപടിയായി ചെയ്തുകൊള്ളുക. നിന്റെ വിടുതൽ ഇന്ന് പൊട്ടിപ്പുറപ്പെടുമെന്ന് കർത്താവ് പറയുന്നു. ചിലർക്ക് വേണ്ടി വലിയ നന്മകളിന്ന് പൊട്ടി ഒഴുകാൻ പോകുന്നു. വലിയ ഐശ്വര്യം ഇന്ന് തടസ്സങ്ങളെ ഭേദിച്ച് പുറത്തേക്ക് ഒഴുകാൻ പോകുന്നു. വലിയ ചില വിടുതലുകൾ ചില കുടുംബങ്ങൾക്കകത്തേക്കിന്ന് ഒഴുകാൻ പോകുന്നു. ദൈവത്തിൻ്റെ ഒരു മഹാജയത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ വീടിനകത്ത് ഇന്ന് പകൽ പ്രവഹിക്കും. ഒരു പുതിയ നദി രൂപപ്പെടുന്നു. ആമേൻ. വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുമ്പോൾ, വലിയ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ, ദേശത്തിനും ഭൂമിക്കും മാറ്റം വരുമ്പോൾ ആ ഇടങ്ങളിൽ പുതിയ നീർച്ചാലുകൾ ഉണ്ടാകുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു നദി ഇന്ന് സൃഷ്ടിക്കപ്പെടുകയാണ്. ഹാഗാറിൻ്റെ കണ്ണുനീരിൽ ഒരു നദി സൃഷ്ടിക്കപ്പെട്ടു എങ്കിൽ, മോശയുടെ വടിയാലുള്ള അടിയുടെ മുമ്പിൽ ഒരു നദി സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ, ഇന്ന് നിൻ്റെ ആവശ്യത്തിൻ്റെ മുമ്പിൽ ദൈവം ഒരു പുതിയ വിടുതലിൻ്റെ നദിയെ സൃഷ്ടിപ്പാൻ പോകുകയാണ്. ഞാൻ വളരെ സ്പഷ്ടമായി പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ചിലതിന്ന് പൊട്ടി ഒഴുകും. അണ പൊട്ടി ഒഴുകുന്ന അനുഗ്രഹങ്ങളെ വരവേൽക്കാൻ തയ്യാറായിക്കോ. കർത്താവ് അത് ചെയ്യാൻ പോകുകയാണ്. ഒരുപക്ഷേ സാഹചര്യങ്ങൾ വളരെ മോശമാണ്, ഇന്നെനിക്ക് നിർവാഹമില്ല എന്നൊരു ഘട്ടത്തിൽ നിങ്ങളെൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒരു മനുഷ്യനായി പിറന്നവനും ഇനി സഹായിപ്പാനില്ലാത്ത വിധത്തിൽ ജീവിതത്തിൻ്റെ വഴികളെല്ലാം അടഞ്ഞു നിൽക്കുന്ന നിന്നെ എൻ്റെ കരത്താൽ ഞാൻ മുന്നോട്ടേക്ക് നയിക്കാൻ പോകുന്നു. ചിലത് ഞാൻ ചൂണ്ടിക്കാണിക്കും. അവിടെ നീ കയറിക്കൊള്ളണം. അവിടെ ഞാൻ നിനക്ക് വിടുതലൊരുക്കും. കർത്താവ് തരുന്നത് നമുക്ക് പ്രാപിക്കാം. നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണപ്പാ. യേശുവിൻ്റെ ശക്തിയേറിയ നാമത്തിൽ അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിൻ്റെ വേദനയും അവസ്ഥയും കണ്ട് ഇപ്പോൾ തന്നെ പ്രവർത്തിക്കണമേ. ജീവിതത്തിൽ സഹിക്കാവുന്ന മുഴുവൻ നിന്ദകളും സഹിച്ച് ആകമാനം പൊട്ടിത്തകർന്ന് മുന്നിലിനി എനിക്കൊരു മാർഗമോ വഴിയോ ഇല്ല എന്ന നിലയിൽ സകല മേഖലയിലും ഒരു നിന്ദയായി തീർന്നിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ അങ്ങയുടെ പൊന്നുകരങ്ങളാൽ തൊടയണമേ കർത്താവേ. പിടിച്ചു കയറാൻ ഇനി വഴികളോ വാതിലുകളോ എൻ്റെ മുമ്പിൽ ഇല്ല എന്ന ഇവരുടെ സങ്കടത്തിന് അങ്ങ് തീർപ്പ് കൽപ്പിക്കണമേ. പെരുവെള്ളത്തിൽ മുങ്ങിത്താഴുന്നവൻ്റെ നേരെ ഉയരത്തിൽ നിന്നും നീട്ടപ്പെടുന്ന ബലമുള്ള അങ്ങയുടെ വിശുദ്ധ ഭുജം അയച്ച് ഇവരെ ഇപ്പോൾ തന്നെ ഉദ്ധരിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ പുതിയ ജീവിത പുരോഗതിക്ക് ഇവരെ സഹായിക്കുന്ന ചില മാർഗങ്ങൾ കാണിച്ചു കൊടുക്കണേ കർത്താവേ. രക്ഷപ്പെടാൻ ഏത് വഴിയാണുള്ളതെന്ന് തിരയുന്ന ഇവരുടെ മുമ്പിൽ അങ്ങ് രക്ഷയുടെ മാർഗത്തെ ഒരുക്കുമാറാകണമേ. യഹോവ തൻ്റെ അഭിഷക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട് എന്ന്
ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ വചനത്തിൽ വായിക്കുന്നു. കർത്താവേ, ഒരുപക്ഷെ പ്രാർത്ഥിക്കാനോ തിരുസന്നിധിയെ അല്പനേരം ഹൃദയം തുറന്ന് സംസാരിക്കാനോ പോലും മാനസികമായി കഴിയാത്ത നിലയിൽ ഹൃദയ തകർച്ചയുടെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരവശിഷ്ടം പോലെ മാത്രം ജീവിതത്തിൽ ഇപ്പോഴുള്ള ഇവരുടെ ആത്മബലത്തെ ഒന്ന് തൊട്ടുണർത്തണമേ കർത്താവേ. പതനങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ശക്തിയാലുള്ള പുതുമയാർന്ന ജീവിതത്തിൻ്റെ സർവോന്നതികളിലേക്ക് ഇവരെ കയറ്റണമേ. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ പോലും തല താഴ്ത്തി, സ്വന്തം ഭവനത്തിലുള്ളവരുടെ മുമ്പിൽ പോലും ഒരു അവഹേളന പാത്രമായി ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഈ നരകയാതന പോലെയുള്ള ജീവിതാവസ്ഥയ്ക്കകത്തെ ക്രൂരമായ ശാപത്തിൻ്റെ കണ്ണികളെ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് ഒരു ശക്തമായ വിടുതൽ അങ്ങയുടെ മക്കളുടെ മേൽ തുറന്നു കൊടുക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ മക്കൾ ഈ നിമിഷം മുതൽ വിടുതലും പുരോഗതിയും പ്രാപിക്കട്ടെ. ഞാങ്ങണ പോലെ ഒഴുകുന്ന ജീവിതത്തിൽ നിന്നും പാറ പോലെ ഉറപ്പുള്ള ജീവിത വിജയത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുന്ന യേശുവിൻ്റെ രൂപാന്തരീകരണ ശക്തി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവഹിക്കുമാറാകട്ടെ. ഇവരുടെ പേഴ്സുകളിലേക്ക് അത് പ്രവഹിക്കട്ടെ, ഇവരുടെ ജോലിയിലേക്ക് അത് പ്രവഹിക്കട്ടെ. ഒരു മനുഷ്യനും കണ്ടാൽ തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കാത്ത നിലയിൽ തകർന്നു കിടക്കുന്നവരുടെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ ആരാധ്യമായ കണ്ണുകളിൽ നിന്ന് പതിയപ്പെടട്ടെ. ഒരു പിടിച്ചുയർത്തൽ ഇന്നിവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ദൈവം നിന്നെ കൈവിടില്ല കുഞ്ഞെ. ശക്തമായ സ്നേഹത്തിൻ്റെ കരം നിൻ്റെ നേരെ നീട്ടപ്പെടുകയാണ്. ഇതിൽ പിടിച്ച് കയറിക്കൂ. ഒരു മനുഷ്യനെ അവൻ്റെ സ്വഭാവം മാറ്റി, ചിന്തകൾ മാറ്റി, ജീവിത സാഹചര്യങ്ങൾ മാറ്റി, അവൻ്റെ പരാജയങ്ങളിൽ നിന്നൊരു വിജയപദത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ നസ്രയനായ ഈശോയുടെ കൈ ഇന്ന് പകൽ മുതൽ നിന്നെ പിടിക്കാൻ പോവുക. മുറുകെ പിടിച്ചോ കൈകളിൽ. ബലത്തോടെ മുൻപോട്ട് പോകാൻ കർത്താവ് നിന്നെ സഹായിക്കും. മാനുഷിക ബുദ്ധിയിൽ നിനക്ക് പറഞ്ഞു തരാൻ ആലോചനകളോ വഴികളോ ഇല്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ബോധ്യത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശു ഇന്ന് നിൻ്റെ കരത്തെ മുറുകെ പിടിച്ചുയർത്തുന്നു. കർത്താവേ, ആ കൈ ഇന്ന് പകൽ ഇവരുടെ മേൽ മുറുകുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ദൈവം തന്നെ ചില വിടുതലിൻ്റെ മാർഗങ്ങൾ അങ്ങനെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ഒരു വ്യക്തിയിൽ പോലും ആശ്രയം വെക്കാനില്ലാതെ ഹൃദയം തകർന്നു കിടക്കുന്ന അങ്ങയുടെ ഈ കുഞ്ഞുങ്ങൾക്ക് അങ്ങ് തന്നെ ഇന്ന് മുന്നിട്ടിറങ്ങി പദ്ധതികൾ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു തന്നെ ജീവിത പടകിൻ്റെ അമരത്ത് കയറി വലയെറിയേണ്ട ഇടം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന കൃപ ചൊരിയുന്നതിനായിട്ട് സ്തോത്രം. എൻ്റെ ദൈവമേ, തള്ളിക്കളയാത്ത നിൻ്റെ സ്നേഹമാണ് ഞങ്ങളുടെ ബലം. എൻ്റെ കർത്താവെ, എത്ര തോറ്റാലും ജയിപ്പിക്കാൻ അങ്ങ് എത്തുമെന്നുള്ള ഉറപ്പാണ് ഞങ്ങളുടെ ധൈര്യം. അങ്ങയുടെ മക്കൾക്ക് നേരെ ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റുകൾ ശമിക്കട്ടെ. ഇവരുടെ ജീവിതത്തിനെതിരെ ഉയരുന്ന എല്ലാ പ്രശ്നങ്ങളും യേശുവിൻ്റെ നാമത്തിൽ കെട്ടടങ്ങട്ടെ. ഒരു ഭയങ്കരമായ ദൈവിക വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഈ മാറ്റം ഇറങ്ങി വരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ദൈവം നിങ്ങളെ സ്പർശിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകുന്നത് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ കൈയുടെ ഈ കൈപ്പത്തിയുടെ മീതെ ദൈവത്തിൻ്റെ കരം ഇപ്പോൾ ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. വ്യക്തമായൊരു സ്പർശനാനുഭവം എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന പലർക്കും ഉണ്ടാകും. നിങ്ങളെ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ കൈയാൽ തലോടുന്നൊരു അനുഭവത്തിലേക്ക് ചിലർ പ്രവേശിക്കും. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ സ്വർഗീയ അനുഭവങ്ങൾ നൽകി അങ്ങയുടെ മക്കളെ അങ്ങ് തൊടുന്നതിനായും നിറയ്ക്കുന്നതിനായിട്ടും സ്തോത്രം കർത്താവേ. അങ്ങയുടെ മാറ്റത്തിൻ്റെ കരുത്തിനാൽ ഇന്ന് പകൽ ഇവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ഒരതിശയ വിഷയമാക്കി അങ്ങ് ചിട്ടപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം അപ്പാ. ഇന്നത്തെ ദിവസം ഇവർക്ക് മറക്കാൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ചില പ്രോസസ്സിങ്ങിലായിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് പകൽ സംഭവിക്കട്ടെ. അതടുത്ത ദിവസത്തേക്ക് മാറിപ്പോകാതെ, അടുത്ത മിനിറ്റിലേക്ക് നീങ്ങിപ്പോകാതെ
ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ചിലത് ഉറപ്പിക്കപ്പെടട്ടെ. ദൈവം ചില കാര്യങ്ങൾ സംഗമിപ്പിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ചിലതിനെ കൺക്ലൂഷനിലേക്ക് എത്തിപ്പാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പൊന്നോമന മക്കളെല്ലാവരും അവരുടെ ജീവിത മേഖലയിൽ സമസ്ത അനുഗ്രഹങ്ങൾക്കും വിധേയരാകുന്നതിനായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും അനുഭവവുമായെന്ന് ഞാൻ ആഴത്തിൽ മനസ്സിലാക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കുറേ മുഖങ്ങളുണ്ട് കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എൻ്റെ മുമ്പിൽ വരും, എനിക്കത് ഉറപ്പാണ്. ഇപ്പോഴും അതെന്നെ വിട്ട് മാറിപ്പോയിട്ടില്ല. അത്രമാത്രം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തകർച്ചയെ ദൈവം കണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ് അത് ഒരു രക്തവർണ്ണത്തിലേക്ക് ഇങ്ങനെ മെല്ലെ മാറുന്നുണ്ട്. ദൈവം നിങ്ങളുടെ കണ്ണുനീര് കണ്ടിരിക്കുന്നു. ഞാനൊരു വ്യക്തമായ ഉറപ്പ് നിങ്ങൾക്ക് തരാം. ആശ്രയിക്കാനും നമുക്കൊരു സഹായത്തിനായിട്ട് ചെന്ന് അടുക്കാനും ഇനി ആരും ഇല്ല എന്നുള്ളൊരു കണ്ടീഷനിൽ നാം ആകുമ്പോൾ നമ്മളെ തേടി വരുന്ന, നമ്മളെ സഹായിക്കുന്ന യേശുവിൻ്റെ വിശ്വസ്തമാർന്ന കരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കും. ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലാണെങ്കിലും പേടിക്കരുത്. എത്ര കഠിനമായ ബുദ്ധിമുട്ടിലാണെങ്കിലും മാനസികമായിട്ട് തളരരുത്. നിങ്ങളെ ബലപ്പെടുത്താനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരു ദൈവദാസനുണ്ട്, അത് ഞാനാണ്. കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നതും ഈ ശുശ്രൂഷ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്കത് നല്ല ബോധ്യമുണ്ട്. ഞാൻ കണ്ട ഓരോ മുഖവും എനിക്ക് മറക്കാൻ കഴിയുന്നതല്ല. ഞാൻ നിങ്ങളുടെ നെറ്റിമേൽ ചുംബിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏതവസ്ഥയിലായാലും പാറ പൊട്ടി നദി ഒഴുകിയതുപോലെ പൊട്ടിത്തുറന്ന് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. നിങ്ങളെ സഹായിക്കാൻ ഇന്ന് യേശു രംഗത്ത് വരികയാണ്. കൃപ പകരും. ധൈര്യമായിരിക്കെ വിടുതലൊരുങ്ങപ്പെടുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചൊരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മളുടെ അപ്കമിങ് മീറ്റിങ്സിനെ കുറിച്ചുള്ളൊരു ഇൻഫോർമേഷനാണ്. ഇത് സ്കിപ്പ് ചെയ്ത് പോകരുത്, ഒന്ന് ശ്രദ്ധിക്കണം. ഈ മാസത്തിൻ്റെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ, ഇനിയൊരു ഞായർ എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച നമ്മളുടെ മാർച്ച് മാസം 1-ാം തീയതിയാണ്. അതുകൊണ്ട് മുമ്പുള്ള ഈ ഫെബ്രുവരിയിലെ ഈ അവസാനത്തെ 27, 28 ദിവസങ്ങളിലും മാർച്ച് മാസം 1-ാം തീയതിയും കോട്ടയത്ത് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൽ, അതായത് ലോഗോസ് ജംഗ്ഷനിലുള്ള MK ടവറിൻ്റെ 7-ാം നിലയിൽ ലിഫ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് കയറി വരാൻ. അവിടെയാണ് നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നത്. ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ 6 എന്ന നമ്മുടെ ഇത്തവണത്തെ ശുശ്രൂഷ വിജയപ്രദമായി നടക്കുകയാണ്. നിങ്ങൾ വരണം. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വർദ്ധിക്കട്ടെ. ഈ ശനിയാഴ്ച നമ്മുടെ ചർച്ചിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ തന്നെ തിരുവല്ല അഡോണായി വർഷിപ്പ് സെൻറ്ററിൽ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അല്പസമയം ഞാൻ എത്തുന്നുണ്ട്. കൂടാതെ ഈ മാസം കഴിഞ്ഞ് നമ്മളുടെ മാർച്ച് മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ 4-ാം തീയതി മുതൽ കുറച്ച് ദിവസങ്ങൾ ദോഹയിൽ കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ട് ഞാൻ എത്തുന്നു. ദോഹയിലുള്ള അഗാപ്പെ ചർച്ചിൻ്റെ ഫാസ്റ്റിംഗ് പ്രയറിലാണ് ആ ശുശ്രൂഷ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദോഹയിലുള്ള സഹോദരങ്ങൾ ദയവായി ഇത് ഓർമ്മിക്കുമല്ലോ. നമുക്കൊരുമിച്ച് കാണാനും ദൈവകൃപ അനുഭവിക്കുവാനുമുള്ള ഒരു സന്തോഷകരമായ അവസരമാണ്. നിങ്ങൾ സന്തോഷത്തോടുകൂടെ മീറ്റിങ്ങുകൾ മറന്നു പോകാതെ നോട്ട് ചെയ്യുക, വരിക. എന്നെ കാണാനെത്തുന്ന നിങ്ങളെ ആരെയും ഞാൻ കാണാതെ പോകില്ല. നിങ്ങൾക്ക് വേണ്ടി സമയം അനുവദിച്ച് പ്രാർത്ഥിച്ച ശേഷം മാത്രമേ പോവുകയുള്ളൂ എന്നുള്ളൊരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഉയർത്തട്ടെ. ആമേൻ.